إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സഹോദരങ്ങളെ, ജീവിതത്തിൽ ഉടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്നതുപോലെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അൽ-ഇമാം അബൂ ദാവൂദും അൻ-നസായി റഹിമഹുല്ലാഹ് അവർ ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിക്കുകയുണ്ടായി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക വല്ലാഹി യാ മുആദ് ഇന്നി ല ഉഹിബ്ബുക. രണ്ട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു, ഓ മുആദ്, അല്ലാഹു തന്നെ സത്യം, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് ഉപദേശം നൽകുകയാണ്. ഉസീഖ്, അതാ വസിയ്യത്ത് നൽകുകയാണ്, ശക്തമായ ഉപദേശം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രമുഖനായ സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശം? അവിടുന്ന് പറയുകയാണ്, ലാ തദഅന്ന ദുബറ കുല്ലി സ്വലാത്തിൻ, നമസ്കാരത്തിന്റെ അവസാന സമയങ്ങളിൽ ഈ പ്രാർത്ഥന പറയാതെ നീ നമസ്കരിക്കരുത്. നമസ്കാരത്തിന്റെ അവസാനം നീ പ്രാർത്ഥന ചൊല്ലുക. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിന്നെ ഓർക്കാനും നിന്നെ ശുക്ർ ചെയ്യാനും ഇബാദത്ത് നല്ല രൂപത്തിൽ നിർവഹിക്കാനും എന്നെ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ടാണ്, ഈ സഹാബിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പഠിപ്പിക്കുന്നത്. പിന്നെങ്ങനെയാണ് ഈ സഹാബിക്ക് അത് മറന്നു പോവുക? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിക്കുന്ന ശൈലി പോലും അതിമഹത്തരമാണ്, അത് അങ്ങേറ്റം ഭംഗിയുള്ളതാണ്. ഒരിക്കലും സഹാബിക്ക് മറക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലാക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ഈ സഹാബി അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായ അബ്ദുറഹ്മാൻ അസ്സുനാബിഹി റഹിമഹുല്ലാ അദ്ദേഹത്തെയും പഠിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി അബ്ദുറഹ്മാൻ അസ്സുനാബിഹി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തിൽമീദായ വിദ്യാർത്ഥിയായ അബൂ അബ്ദുറഹ്മാൻ അൽ ഹുബലി റഹിമഹുല്ലയ്ക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ഉഖബത്ത് ബിൻ മുസ്ലിം റഹിമഹുല്ലാ അവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രാർത്ഥന, ഈ സഹാബിയും വളരെ പ്രധാനപ്പെട്ട അങ്ങേയറ്റം ശ്രേഷ്ഠതയുള്ള സഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്നുള്ളത് നമുക്കറിയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്ന ചെറിയ പ്രായമുള്ള സഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ആ സഹാബിയെ വിളിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ, അന്തിമ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറിയ സഹാബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഓ മുആദ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി പഠിപ്പിച്ചു കൊടുത്ത ഈ സഹാബി അങ്ങേയറ്റം സ്നേഹം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കരസ്ഥമാക്കിയ സ്വഹാബിയായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഏകദേശം 17 വയസ്സുള്ളപ്പോൾ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ വേണ്ടി നമുക്കേവർക്കും അറിയുന്നത് പോലെ അഖബ ഉടമ്പടികൾ, ആ ഉടമ്പടിയിൽ പങ്കെടുത്ത സഹാബിയാണ്, പ്രമുഖ സഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്നുള്ളത്. ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദ്ർ യുദ്ധവും അതിനുശേഷമുള്ള എല്ലാവിധ യുദ്ധങ്ങളിലും പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാവിധ സാഹചര്യങ്ങളിലും ഒരുമിച്ചുണ്ടായി. അതാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, ഇന്ന മുആദൻ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകുൻ മിനൽ മുശ്രികീൻ. ഈ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, ഖാനിത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശിർക്ക് വന്നിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടൊരാൾ ചോദിച്ചു, താങ്കൾ പറഞ്ഞത് മാറിപ്പോയതാണോ? ഇത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞതല്ലേ, താങ്കൾ പറഞ്ഞത് മാറിപ്പോയതാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം ഉമ്മത്താണ്. എന്താണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ? ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിന് നിരന്തരം ഇബാദത്ത് ചെയ്യുന്ന സഹാബിയായിരുന്നു ഇദ്ദേഹം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖിയാമത്ത് നാളിൽ പണ്ഡിതന്മാരുടെ ഇമാമായി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അവിടുന്ന് പറഞ്ഞു, മുആദ് ഇമാമുൽ ഉലമാഇ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പണ്ഡിതന്മാരുടെ ഇമാമാണ് മുആദ് റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സദസ്സുകളിൽ അദ്ദേഹത്തെ ശൂറ കൂടാൻ വിളിക്കുമായിരുന്നു. ഈ മുആദ് റളിയല്ലാഹു അൻഹു വളരെ പ്രായം ചെറുതായ സഹാബിയെ ഈ ഉമർ റളിയല്ലാഹു അൻഹു ശൂറ കൂടാൻ, അഭിപ്രായങ്ങൾ ചോദിക്കാൻ വിളിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഅലമുൻ നാസി ബിൽ ഹലാലി വൽ ഹറാം മുആദ് ബിൻ ജബൽ. ജനങ്ങളിൽ സഹാബത്തിൽ ഏറ്റവും കൂടുതൽ ഹലാലും ഹറാമും അറിയുന്ന സഹാബി അദ്ദേഹം അത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ്. നമുക്കറിയാം, വളരെ ചെറിയ പ്രായം മാത്രമേ ഉള്ളൂ, എന്നിട്ടും അദ്ദേഹത്തിന്റെ വിജ്ഞാനം, അറിവ് അത് ചെറുതായിരുന്നില്ല. അതാ താബിഈ പണ്ഡിതനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലാ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ദിമഷ്കിലെ ഒരു പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അബൂ മുസ്ലിം റഹിമഹുല്ലാ ആ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു സദസ്സിൽ ധാരാളം പ്രായം ചെന്ന മനുഷ്യന്മാരുണ്ട്, ധാരാളം ആളുകളുണ്ട്. ഈ പ്രായം ചെന്ന ആളുകളൊക്കെ ഇദ്ദേഹത്തോട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് സംശയങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട ഈ അബൂ മുസ്ലിം റഹിമഹുല്ല അദ്ദേഹം ചോദിച്ചു, ഈ പ്രായം കുറഞ്ഞ ഈ മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറയുകയാണ്, ഇദ്ദേഹമാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഇദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ വമ്പിച്ച അറിവും അതുപോലെ തന്നെ ദീനിൽ ഫിഖ്ഹും അവഗാഹവും നേടിയിരുന്നു എന്ന് നമുക്ക് കാണാം. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 33 വയസ്സുണ്ടായപ്പോൾ തന്നെ മരണപ്പെട്ടൊരു സഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഷാമിൽ പ്ലേഗ് രോഗം ബാധിച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. റളിയല്ലാഹു തആല അൻഹു വറഹിമ. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആ ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെക്കുകയാണ്. നമുക്കറിയാം, യൗവനം എന്നുള്ളത് നല്ലൊരു സമയവുമാണ്, ദീൻ പഠിക്കാൻ വേണ്ടി സാധിക്കുക എന്നത് നല്ലൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് ചെറിയ പ്രായമാണ്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന പല കാര്യങ്ങളും നമ്മെ അങ്ങോട്ടേക്ക് മാടി വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഓർക്കാൻ പോലും സാധിക്കാത്ത പല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിരന്തരം ഓർത്ത് അവനെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹാബി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? അദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക വഹുസ്നി ഇബാദതിക്. ആ സഹാബിയോട് പറയുകയാണ്, നീ ഈ പ്രാർത്ഥന എപ്പോഴും ചൊല്ലണം. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുവേ, എനിക്ക്
എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക നിന്നെ ഓർക്കാൻ വേണ്ടി എന്നെ സഹായിക്കണമേ, വശുക്രിക വഹുസ്നി ഇബാദത്തിക് നിന്നെ ശുക്ർ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനും നമ്മെ സഹായിക്കണമേ എന്ന് നമസ്കാരത്തിന്റെ അവസാന സമയത്ത് ചൊല്ലുക എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. നമുക്കറിയാം, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു, അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് കഴിഞ്ഞു. അവസാന സമയത്ത് സഹാബിയോട് പറയുകയാണ്, താങ്കൾ ഈ പ്രാർത്ഥന ചൊല്ലണം. അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ തൗഫീഖ് ലഭിക്കുക എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതാ ഖന്തഖ് യുദ്ധവേളയിൽ സഹാബത്തുകളൊക്കെ കല്ലുകൾ നീക്കവേ അവിടുന്ന് പറയുകയാണ്, വല്ലാഹി ലൗലല്ലാഹ് മഹ്തദൈന വമാ തസദ്ദഖനാ വലാ സല്ലൈന. അള്ളാഹു തന്നെ സത്യം, അള്ളാഹുവിന്റെ സഹായമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഹിദായത്തിലാവുമായിരുന്നില്ല, ഞങ്ങൾക്ക് നമസ്കരിക്കാനോ സദഖ നൽകാനോ ഒന്നും തന്നെ സാധിക്കുമായിരുന്നില്ല എന്ന് സഹാബത്ത് പറയുകയാണ്. നാം മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് ചൊരിഞ്ഞത്. നമസ്കാരത്തിന്റെ സമയം നിന്ന് കുറച്ചൊന്ന് പിന്നോട്ട് പോയാൽ നമ്മുടെ ഹൃദയത്തിൽ അത് പ്രയാസമുണ്ടാവുകയാണ്. ഞാൻ നമസ്കരിച്ചില്ലല്ലോ എന്നൊരു ബോധം നമുക്ക് നൽകി തന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു പറഞ്ഞു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ ഫദ്ലൻ മിനല്ലാഹി വ നിഅമ. ഈമാനും അതുപോലെ മസ്ജിദും നല്ല കാര്യങ്ങളൊക്കെ നന്നായി തോന്നിപ്പിച്ചത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. ഈ ഒരു ബോധം ഹൃദയത്തിലില്ലാതെ ഹൃദയം മരിച്ചുപോയ എത്ര യുവാക്കളാണ്, എത്ര മനുഷ്യന്മാരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പള്ളികളിൽ നിന്ന് അള്ളാഹുവിന്റെ നമസ്കാരത്തിലേക്ക് വിളിക്കുകയാണ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിക്കുമ്പോഴും ആളുകൾക്ക് പള്ളിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അവർ മറ്റു ചില വിനോദങ്ങളിൽ മുഴുകുകയാണ്, ഫുട്ബോൾ കളിയുടെ തിരക്കിലാണ്, അതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്നാൽ വെറും 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രം അള്ളാഹുവിന്റെ മുമ്പിൽ നിർവഹിക്കേണ്ട നമസ്കാരം, അതിനെക്കുറിച്ചൊരു ബോധവുമില്ല. എന്നാൽ ധാരാളം സമയം, മിനിറ്റുകളും മണിക്കൂറുകളും കളികളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന യുവാക്കൾ, സഹോദരങ്ങളെ, ഇതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിച്ചു, നമ്മൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകി, മസ്ജിദുകളിലേക്ക് എത്തി. ഇതൊക്കെ അള്ളാഹുവിന്റെ നിഅമത്താണ്. ഈ ഒരു കാര്യം നാം മനസ്സിലാക്കണം. അള്ളാഹു പറഞ്ഞില്ലേ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അള്ളാഹുവിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും വഴിപിഴച്ചു പോകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നന്നാക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല തസ്കിയത്ത് നൽകിയ, നന്നാക്കിയ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന മുആദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ ആദ്യമായി കാണാം, ദിക്ർ ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അതും ഇദ്ദേഹത്തോട് പറയുന്നത് നമസ്കാരത്തിന്റെ അവസാന വേളയിലാണ്. ഇബാദത്തുകൾ ചെയ്തതിനു ശേഷം അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ വേണ്ടി നാം എപ്പോഴും സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നത് പോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. എന്താണ് ഈ സഹായത്തേട്ടം ഇവിടെയുള്ളത്? മുഫസ്സിരിങ്ങൾ പറയുന്നതായി കാണാം, ഇബാദത്ത് ചെയ്യാനുള്ള സഹായത്തേട്ടമാണ്. അതെ, 5 വഖത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ, അതുപോലെ തന്നെ നോമ്പും ദിക്റും സകാത്തും ഒക്കെ നിർവഹിക്കാനുള്ള സഹായത്തേട്ടമാണ് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ സന്മാർഗത്തിലേക്ക് നമുക്ക് വഴി കാണിച്ചു തരണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. നമുക്കറിയാം, മസ്ജിദിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഹയ്യ അലസ് സ്വലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം അതിനുള്ള മറുപടി എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു ഹൗലും ഒരു കഴിവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്ന് നാം പ്രഖ്യാപിക്കുകയാണ്, നാം പറയുകയാണ്. കാരണം എന്താണ്? ഞാൻ വിചാരിച്ചാൽ മാത്രം എനിക്ക് ലഭിക്കുന്നതല്ല ഈ ഒരു കാര്യം, മറിച്ച് അള്ളാഹുവിന്റെ തൗഫീഖ് കൂടി എനിക്ക് ലഭിക്കണം എന്നൊരു കാര്യം കൂടിയുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഅബ്ദുഹു വതവക്കൽ അലൈഹി. നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലും ചെയ്യുക. ഒരിക്കലും നീ നിന്റെ കാര്യത്തിൽ ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, അള്ളാഹുവിനോട് നാം നിരന്തരം ദുആ ചെയ്യുന്ന പ്രാർത്ഥനയില്ലേ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ.
എൻ്റെ നഫ്സിലേക്ക് ഒരു വിട്ടുന്ന നേരം പോലും എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ എല്ലാ കഴിവും അള്ളാഹുവിൽ നിന്നാണ് ഉള്ളത് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ പോലും ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ വേണ്ടി, ഒരു അൽഹംദുലില്ലാഹ് പറയാൻ വേണ്ടി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ വേണ്ടി, 5 വഖത്ത് പള്ളിയിലേക്ക് നമസ്കാരത്തിന് വരാൻ വേണ്ടി, ഇതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകേണ്ടതുണ്ട്. അതിന് നാം എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രത്യേകിച്ചും ഈ ഒരു പ്രാർത്ഥന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രാർത്ഥന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു സ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണ് ഈ അള്ളാഹുവിനെ എപ്പോഴും ഓർത്തു കഴിഞ്ഞാൽ ദിക്ർ ചെയ്താലുള്ള പ്രതിഫലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, കർമ്മങ്ങളിൽ ഏറ്റവും നല്ല കർമ്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുകയാണ്. വഅസ്കാഹാ ഇൻദ മലീകികും വഅർഫഇഹാ ഫീ ദറജാതികും, നിങ്ങളുടെ പദവികൾ ഉയരാനും അതുപോലെ തന്നെ നിങ്ങളുടെ അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം ശ്രേഷ്ഠമായ ഒരു കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെ. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും അതിനേക്കാളും ഫضലുള്ള കർമ്മത്തെ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ദിക്റുല്ലാഹി തആല, അള്ളാഹുവിനെ ഓർക്കുക എന്നത്. മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖൽ മുഫർരിദൂൻ, അതാ മുഫർരിദീങ്ങൾ മുന്നിട്ടിരിക്കുന്നു. സഹാബത്ത് ചോദിക്കുകയാണ്, വമൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആരാണ് ഈ മുഫർരിദീങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളുമാകുന്നു അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം. ഒരു സുബ്ഹാനല്ലാഹ് പറയുന്നത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത് പോലും അതിന്റെ ഫضൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഖിറാസുൽ ജന്ന, സ്വർഗ്ഗത്തിലെ സസ്യമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത് പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞില്ലേ, അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട വാക്കുകൾ നാലെണ്ണമാകുന്നു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇത്രയും വളരെ നിസ്സാരമായ, വളരെ എളുപ്പമായ ഈ ഒരു കർമ്മം എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല? ഈ ഒരു കാര്യം നാം ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു കാര്യം നാം ആലോചിച്ചിട്ടുണ്ടോ? കാരണം എന്താണ്? ഇതിനുള്ള തൗഫീഖ് നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനു വേണ്ടിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഉപദേശം നൽകുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കാരണം എന്താണ്? അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ നിനക്ക് ദിക്ർ ചെയ്യാനോ മസ്ജിദിൽ വരാനോ അള്ളാഹുവിനെ ഓർക്കാനോ നമസ്കരിക്കാനോ ഒന്നിനും തന്നെ സാധിക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിരന്തരം ഓർത്ത് അവനു വേണ്ടി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സമ്പത്തോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിച്ച് കളയാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ ആരാണോ ചെയ്യുന്നത് അവരാണ് നഷ്ടക്കാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, നാം ആലോചിച്ചു നോക്കുക, ഈ പറഞ്ഞ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണോ ഞാനുള്ളത്? 5 വഖത്ത് നമസ്കരിക്കുന്ന വിഷയത്തിൽ ഞാൻ എങ്ങനെയാണ്? അള്ളാഹുവിനെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ എങ്ങനെയാണ്? ഒരു ദിവസം അള്ളാഹുവിനെ എത്രത്തോളം ഞാൻ ദിക്ർ ചെയ്യുന്നുണ്ട്? നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ എപ്പോഴും ദിക്ർ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അള്ളാഹുവിനെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു പറയുകയാണ്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. അതാ ആളുകൾ ഇതാ പറയുകയാണ്, ജീവിതത്തിലാകെ പ്രയാസമാണ്, പ്രതിസന്ധികളാണ്, എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. പ്രയാസഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? അതാ അതിനുള്ള ഹൽ അല്ലാഹു പറയുകയാണ്, വമൻ അഅറദ അൻ ദിക്രി, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന പക്ഷം ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് ഇടുങ്ങിയ ജീവിതം നാം നൽകുന്നതാണ്. എന്നാൽ ഖിയാമത്ത് നാളിലോ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ,
ഖിയാമത്ത് നാളിൽ കാഴ്ചയില്ലാത്തൊരവസ്ഥയിൽ അവൻ വരും. എന്നിട്ട് അവൻ ചോദിക്കും, ഖാല യാ റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുൻതു ബസീറ. അല്ലാഹുവേ, ഞാൻ ദുനിയാവിൽ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, പിന്നെ ഇവിടെ എന്താണ് എനിക്ക് കാഴ്ചയില്ല? കാരണം എന്താണ്? ദുനിയാവിൽ അല്ലാഹുൻ ഹയ്യ അല സ്വലാ എന്ന മസ്ജിദിൽ നിന്ന് വിളിക്കപ്പെടുമ്പോൾ അവൻ പള്ളിയിലേക്ക് പോകുന്നില്ല. അല്ലാഹുവിന് നിർബന്ധമായി കൊടുക്കേണ്ട ഹക്കുകൾ അവൻ നിർവഹിക്കുന്നില്ല. അങ്ങനെ അവസാനം ആ രൂപത്തിൽ മരണപ്പെടുകയും ഖിയാമത്ത് നാളിൽ കാഴ്ചയില്ലാത്തൊരവസ്ഥയിലും എത്തുന്നൊരവസ്ഥയാണ്. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസ്സായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രമുഖ സഹാബിയായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന അല്ലാഹുവിനെ ഓർക്കാനും, രണ്ടാമതായി അവിടുന്ന് പറയുകയാണ് അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ. എന്താണ് അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. വഷ്കുറൂ ലീ, എനിക്ക് ശുക്ർ ചെയ്യുക. എന്നെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിൽ മുന്നേറുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. കാരണം എന്താണ്? നമുക്കുള്ള ഏതൊരു അനുഗ്രഹവും നാം കൊയ്തെടുത്ത് നേടിയെടുത്തതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. അല്ലാഹു പറയുകയാണ്, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് ഏതൊരു അനുഗ്രഹവുമുണ്ടോ ഫമിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നാണ്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും എണ്ണി തീർക്കാൻ സാധിക്കുന്നതല്ല. അത്രയും അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ഇഅ്മലൂ ആല ദാവൂദ ശുക്റാ വഖലീലുൻ മിൻ ഇബാദിയ ശകൂർ. അടിമകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണ് ആളുകൾക്ക് സംഭവിച്ചത്? ആളുകൾ ലക്ഷ്യം മറന്ന് ജീവിക്കുകയാണ്. അള്ളാഹു മനുഷ്യന്മാരെ പടച്ചത് അള്ളാഹുവിനെ വേണ്ടി മാത്രം ആരാധിക്കാനാണ്. അള്ളാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയോ ജിന്നിനെയോ നാം പടച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്ന് പറഞ്ഞ ആ പ്രഖ്യാപനത്തെ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ അവസ്ഥയാണ് മനുഷ്യന്മാരിൽ കാണാൻ സാധിക്കുന്നത്. അള്ളാഹു പറയുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അള്ളാഹു ജീവിതത്തെയും മരണത്തെയും പടച്ചത് എന്തിനാണ്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാനാണ്. അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ല രൂപത്തിൽ ജീവിക്കുന്നത്, ഇഹ്സാനോടുകൂടി ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അവരെയും പടച്ചത്. അതാ ഈ ആയത്തിനെ വിശദീകരിക്കവേ അൽ ഇമാം ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഐ അഖ്ലസുഹു വ അസ്വബു. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടി മാത്രമായിക്കൊണ്ട്, അതുപോലെ തന്നെ ശരിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളുടെ അമലുകൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ജീവിക്കണമെങ്കിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്ത്, അള്ളാഹുവിനെ ശുക്ർ ചെയ്ത്, നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്ത് മുന്നേറി ജീവിക്കണമെങ്കിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തൗഫീഖ് നൽകിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുന്നതല്ല. അതിനുവേണ്ടി നാം എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹു എന്നെ സഹായിക്കണമേ, നിന്നെ ദിക്ർ ചെയ്യാനും നിന്നെ ശുക്ർ ചെയ്യാനും നിന്നെ നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനും. ഏത് രൂപത്തിൽ പ്രാർത്ഥിക്കണം? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ ഫഇന്നല്ലാഹ ലാ യഖ്ബലു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ ലഹ്. നിങ്ങൾ ദുആ ചെയ്യുക, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി ദുആ ചെയ്യുക. കാരണം എന്താണ്? അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. സഹോദരങ്ങളെ, അപ്പോൾ ഏതൊരു കാര്യം, ഒരു തസ്ബീഹ് ചൊല്ലാൻ പോലും അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് വേണം. ആ അനുഗ്രഹത്തിനായി നാം ദുആ ചെയ്യണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അതുപോലുള്ള സഹാബത്തൊക്കെ പറഞ്ഞതുപോലെ എന്താണ്? അദ്ദുആ മിഫ്താഹുൽ ഖൈർ. പ്രാർത്ഥന എന്നത് നന്മയുടെ താക്കോലാണ്. ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ തൗഫീക്ക് ലഭിക്കുക എന്നത് ഏതുപോലെയാണ്? അവന് ഉത്തരം കിട്ടി എന്നതുപോലെയാണ്.
കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ തൗഫീഖ് നൽകിയോ അവന് ഉത്തരം നൽകുന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ ചെറുതായി കാണരുത്, ഒരു പ്രാർത്ഥനയും ചെറുതായി കാണരുത്. പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഉപകാരമല്ലാതെ ഒരു ഉപദ്രവവുമില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ലഭിക്കും, അല്ലെങ്കിൽ അത് ഇബാദത്താണ്, അതിന്റെ പ്രതിഫലം മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നൽകും. അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു മുസീബത്ത്, നമ്മളെ ബാധിക്കാനുള്ള മുസീബത്ത് അള്ളാഹു ആ പ്രാർത്ഥന കൊണ്ട് ഇല്ലാതാക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് ഉപകാരമുണ്ട്. ഈ ഒരു കാര്യം നാം മനസ്സിലാക്കുക. നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ് വലാ തഅജസ്. നിനക്ക് ഉപകാരമുള്ള കാര്യം എന്തൊക്കെയാണ്, നിന്റെ ജീവിതത്തിൽ ഉപകാരമുള്ള കാര്യം എന്ന് നീ ചിന്തിച്ച് മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നീ അത് നിർവഹിക്കുക. വസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുക. വലാ തഅജസ്, നീ അക്ഷമനാകരുത്. എനിക്ക് പറ്റൂല, എന്നെ കൊണ്ട് നമസ്കരിക്കാൻ സാധിക്കൂല, എനിക്കിതൊന്നും പഠിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് നീ തിരിഞ്ഞ് കളയേണ്ടതില്ല. മറിച്ച് എല്ലാ കാര്യവും അള്ളാഹുവിന്റെ കയ്യിലാണ്. ഈ ദുനിയാവ് മുഴുവനും അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു നിനക്ക് ഇൽമ നൽകാൻ വിചാരിച്ചാൽ അള്ളാഹു നിന്നെ പണ്ഡിതനാക്കും. നമുക്കറിയാം, യമനിലുണ്ടായ ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദിഇ റഹിമഹുല്ലാഹ്. അദ്ദേഹം ഏകദേശം 27 അല്ലെങ്കിൽ 37 വയസ്സ് വരെ അദ്ദേഹം റിയാദിലെ ഒരു ഹാരിസ് ആയിരുന്നു. അവിടെ ജോലി ചെയ്തൊരു മനുഷ്യനായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിന് രോഗം ബാധിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹം മക്കയിലേക്ക് പോകുന്നത്. അങ്ങനെ മക്കയിലേക്ക് പോയതിനു ശേഷം അദ്ദേഹം അവിടുന്ന് ദീൻ പഠിക്കുകയാണ്. ആ രോഗശമനത്തിന് ശേഷം ഇദ്ദേഹം ദീൻ പഠിക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് അവസാനം അദ്ദേഹം മരണപ്പെടുമ്പോൾ യമനിലെ വലിയൊരു പണ്ഡിതനായിട്ടാണ് അദ്ദേഹം അവസാനം മാറിച്ചേർന്നത്. വെറും 30 അല്ലെങ്കിൽ 20 വയസ്സിന് ശേഷമാണ് ഇദ്ദേഹം ദീൻ പഠിക്കാൻ തുടങ്ങുന്നത്. സഹോദരങ്ങളെ, നാം ആലോചിക്കാം, ചിന്തിക്കുക, നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനു വേണ്ടി ഈ രൂപത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്കെന്തുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കാൻ എന്നൊരു കാര്യം നാം ചിന്തിക്കുക. എന്നെ കൊണ്ടൊന്നും സാധിക്കൂല എന്ന് പറഞ്ഞ് തിരിഞ്ഞു കളയേണ്ടതില്ല. ഏതൊരു കാര്യവും അള്ളാഹുവിന് മുമ്പിൽ പറയുക. അള്ളാഹു ഉണ്ട് എനിക്ക്, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, അള്ളാഹു എനിക്ക് മതി. എത്ര നല്ല എല്ലാ കാര്യങ്ങളും ബരമേൽപ്പിക്കാൻ പറ്റിയ ആളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രം പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. اللهم اصلح لنا ديننا الذي هو عصمة امرنا، واصلح لنا دنيانا التي فيها معاشنا، واصلح لنا اخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. وصل اللهم على نبينا محمد وعلى آله وصحبه أجمعين.